ഓം നമഃശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 21 വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാൻ 2 ദിവസം ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. തന്മൂലം ജലദോഷമൊക്കെ പിടിച്ചു. യാത്രയും ചൂടും അവിടുത്തെ തിരക്കും ഒക്കെ ആയപ്പോഴത്തേന് 2 ദിവസം കൊണ്ട് ആകപ്പാടെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ട് അല്പം പ്രശ്നമൊക്കെ ഉണ്ടാകും. പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം കേട്ടോ, അതൊന്നും ഒരു പ്രശ്നമാക്കി എടുക്കരുത്. ഓക്കെ, നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം പറയുന്നത് ഓരോ ദിവസത്തെയും ഗ്രഹസ്ഥിതി വെച്ചാണല്ലോ. അപ്പോൾ ആദ്യം ഗ്രഹസ്ഥിതി ചിന്തിക്കാം. ഗ്രഹസ്ഥിതി പ്രകാരം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ രാഹുവുമായിട്ട് ചേർന്ന് മീനൻ രാശി നിൽക്കുന്നു, വ്യാഴം ഇടവൻ രാശി നിൽക്കുന്നു, ചൊവ്വ മിഥുനൻ രാശി നിൽക്കുന്നു, കേതു കന്നി രാശിയിൽ നിൽക്കുന്നു, ചന്ദ്രൻ വൃശ്ചികൻ രാശിയിൽ കൂടി കടന്നു പോകുന്നു, സൂര്യൻ ബുധൻ ശനി എന്നീ 3 ഗ്രഹങ്ങൾ കുംഭൻ രാശി നിൽക്കുന്നു. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി വെച്ചാണ് ഞാൻ നക്ഷത്രഫലം പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആരുടെയും ഗ്രഹനില വെച്ചല്ല പറയുന്നത്. പിന്നെ ഒരു ജാതകൻ്റെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ വരുന്നത് 3 വിധത്തിലാണ്. അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. 3 വിധത്തിലാണ്. 1, ദശാകാലത്തിൻ്റെ നേട്ടം. ദശാകാലത്തിൻ്റെ നേട്ടമുള്ള ജാതകർ ആരും തന്നെ ഈ ജ്യോതിഷപരമായിട്ടുള്ള വീഡിയോ കാണാൻ ശ്രമിക്കാറില്ല. കാരണം അവരുടെ ജീവിതം നല്ല നിലയിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ അവർക്ക് എന്തിനാണ് ജ്യോതിഷം. 2, ഈ ചാരവശാലുള്ള ഫലം. ചാരവശാൽ ഉള്ള ഫലം എന്ന് പറഞ്ഞാൽ ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വരുന്നത് ചാരവശാലുള്ള ഫലം കൊണ്ട് നല്ല അനുഭവങ്ങൾ കിട്ടും. ഇപ്പം ശനി 3-ാം ഭാവത്തിൽ നിന്നാൽ ഒരു ജാതകന് ദോഷം ചെയ്യത്തില്ല. അപ്പോൾ ചാരവശാലുള്ള ഫലം കിട്ടും. പക്ഷെങ്കിൽ അവിടെ ഒരു കണ്ടീഷനുണ്ട്. ജനിച്ച സമയത്ത് ഈ ശനി ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ട് ബലത്തിൽ നിൽക്കുകയാണെങ്കിൽ, ബലമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ബലം, ആ ഗ്രഹത്തിൻ്റെ ബലം. അപ്പോൾ ആ ജാതകൻ ജനിച്ച സമയത്ത് ശനി ബലവാനായിട്ട് ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹസ്ഥിതിയിലാണ് ഉള്ളതെങ്കിൽ ആ ജാതകന് ചാരവശാലുള്ള 3-ൽ കൂടി യാത്ര ചെയ്താലും ഒന്നും ഫലം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഒരു ദശാകാലം എല്ലാ ഗ്രഹങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അപ്പം വ്യാഴത്തിൻ്റെ ദശാകാലത്ത് വ്യാഴത്തിന് 3 വർഷമേ ഉള്ളൂ. ബാക്കി മറ്റ് ഗ്രഹങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ അപകാര സമയം വരും. അപ്പോൾ അപകാരനാഥൻ ദോഷം ചെയ്യും. ചിലപ്പോൾ 2.5 വർഷമൊക്കെ ദോഷം ചെയ്യും, 3 വർഷമൊക്കെ ദോഷം ചെയ്യും. രാഹുവൊക്കെ 3 വർഷം ദോഷം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഞാനീ പറയുന്ന ചാരവശാലുള്ള ഫലം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ജനിച്ച സമയത്ത് രാഹു ബലവാനായിട്ടാണ് ദോഷം ചെയ്യുന്നതെങ്കിൽ രാഹുവിൻ്റെ ദോഷം ശരിക്കും അനുഭവിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് അനുഭവപ്പെടുക. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ 100% ഇപ്പോൾ ഈ ചാരവശാൽ പറയുന്ന നക്ഷത്രഫലം ഒരു ജാതകൻ്റെ ജീവിതത്തിൽ 100% അനുഭവത്തിൽ വന്നു ചേരുമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു 50-60% ശരിയാകും. ഇതൊട്ടും ശരിയാകാത്തവർ മനസ്സിലാക്കണം, അവരുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട്. ഒന്നുകിൽ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളൊക്കെ വളരെ ദോഷം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അപഹാരനാഥന്മാർ ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഗ്രഹനില എടുത്ത് പരിശോധിച്ച് അതിനുള്ള പരിഹാരമൊക്കെ ചെയ്ത് ജീവിതത്തെ നല്ല നിലയിൽ എത്തിക്കാൻ ശ്രമിക്കുക. അല്ലാതെ എന്നെ കുറ്റം പറയരുത്. ഞാനത് വളരെ വിനീതമായിട്ട് പറയുകയാണ്. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരാവണ്ണം ചിന്തിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ 2 വർഷത്തോളമായി വീഡിയോ ചെയ്യുന്നു. എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വ്യൂവേഴ്സിനെ കൂടുതൽ കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും അല്ലെങ്കിൽ ഒക്കെ കുറവശങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ച് പോകുമ്പോഴാണ് എനിക്ക് വ്യൂവേഴ്സിനെ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കി കണ്ടുപിടിച്ച് നമ്മൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം. മറ്റൊരാളെ പഴിയാരരുത്. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കൊക്കെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്വസ്ഥത, സമാധാനം അതുകൂടെ പറയാം. ഒരു നക്ഷത്രഫലം പറയേണ്ടത് 12 ഭാവങ്ങൾ വെച്ചാണ്. അതിൻ്റെ ജന്മഭാവം പറയുന്നതാണ് സുഖം, സ്വസ്ഥത, ദേഹതന്മ. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്ഥിതി, ശരീരത്തിൻ്റെ സ്ഥിതി, ജീവിതത്തിലെ അനുഭവങ്ങൾ സുഖമാണോ, സുഖകരമാണോ. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി പറയും സുഖമാണ്, പക്ഷെങ്കിൽ ദേഹനന്മയില്ല, കൈക്കും കാലിനും ഒക്കെ വേദനയാണ്, പ്രശ്നമാണെന്നൊക്കെ പറയും. അപ്പോൾ സുഖമാണോ? സുഖമാണ്, വീട്ടിലൊന്നിനും ഒരു കുറവുമില്ല, മക്കളൊക്കെ ഇഷ്ടം പോലെ തരുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവർക്ക് സുഖമാണ്, പക്ഷെങ്കിൽ ദേഹനന്മയില്ല. അപ്പോൾ ജന്മഭാവത്തെക്കുറിച്ച് പറയേണ്ടതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. സുഖം, സ്വസ്ഥത, ദേഹനന്മ. അതിനെക്കുറിച്ച് അറിയാൻ മേലാത്തവരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്.
അവരുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. അറിയാൻ മേലാത്ത കാര്യങ്ങളിൽ നമ്മൾ തലയിടരുത്. ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് അറിവില്ലെങ്കിൽ നമ്മൾ അവിടെ ഇടപെടാൻ പോകരുത്. അപ്പോൾ ആ പ്രിയപ്പെട്ടവരുടെ അറിവിലേക്കാണ് പറയുന്നത്. ഞാനിത് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമായിരിക്കണം എന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മഹാദേവൻ്റെ കൃപയാൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ സമയം കളയേണ്ട, നക്ഷത്രഫലം ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് 12ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ 12ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഈ ജാതകർക്ക് ഈ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനാണ് സ്വാധീനിക്കുന്നതെങ്കിൽ കുറച്ച് ദോഷവശങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും. നേരെ മറിച്ച് അവർ ജനിച്ചപ്പോൾ 11ാം ഭാവത്തിലാണ് ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഈ ചാരവശാലുള്ള ഫലമൊന്നും ബാധകമല്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ അവർ ജനിച്ച സമയത്ത് 11ാം ഭാവത്തിൽ മീനൻ രാശിയിൽ ഉച്ചനായിട്ടാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ 12ലെ ശുക്രൻ്റെ ദോഷമൊന്നും അവർക്ക് വരത്തില്ല. അവർക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പോൾ ചാരവശാലുള്ള ഫലം എന്താണ്? 12ൽ ശുക്രൻ നിന്നാൽ ബന്ധുക്കളുമായിട്ട് അകൽച്ച, പ്രശ്നമൊക്കെ ഉണ്ടാകും. പെൺകുട്ടികളാണെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോകും, പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ധനം, അതുപോലെ തന്നെ സുഖം, കുടുംബം, ദാമ്പത്യം എന്നീ കാര്യങ്ങളിലൊക്കെ ഉയർച്ച താഴ്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ആ ജാതകൻ ജനിച്ചപ്പോൾ 11ൽ മീനൻ രാശിയിൽ ശുക്രൻ ഉച്ചനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ ചാരവശാലുള്ള ഫലം ആ ജാതകന് അനുഭവത്തിൽ വന്നു ചേരത്തില്ല. ഒരു പ്രശ്നവുമില്ലാതെ ആ ജാതകൻ്റെ ജീവിതം അങ്ങ് പോകും. അപ്പോൾ അതൊക്കെയാണ് ചിലർ കമൻ്റ് ഇടും, ഈ പറയുന്നതൊന്നും ശരിയല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, ഇത് വെറും കള്ളമാണെന്ന് പറയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഇത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അപ്പോൾ ഇത് കേൾക്കുന്നവർ ഇത് കേട്ടാൽ മാത്രം പോരാ. ഒരു ചെവി കൊണ്ട് കേട്ട് ഇറങ്ങി മറ്റേ ചെവിയിൽ ഇറങ്ങിപ്പോകുന്ന പോലെയല്ല, അങ്ങനെയല്ല. ഇത് കേട്ടിട്ട് അവരവരുടെ ജീവിതവുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തി നോക്കണം. എൻ്റെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കുറവശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചുള്ള നക്ഷത്രഫലം എന്താണ്? ചരവശാലുള്ള നക്ഷത്രഫലം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ചൊവ്വ 3ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സുഖം, സ്വസ്ഥത, ഏകജന്മ അനുകൂലമാണ് 1ാം ഭാവം. 2ാം ഭാവം ധനഭാവം, കുടുംബം, വ്യാഴം നിൽക്കുന്നു, നല്ലതാണ്. 3ൽ ചൊവ്വ നിൽക്കുന്നു, സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ വന്നു ചേരും. 3ാം ഭാവം. 4ാം ഭാവം കർക്കിടകൻ രാശി, ചന്ദ്രൻ എവിടെ നിൽക്കുന്നു? അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത് ദോഷം സംഭവിക്കും. വീട്, വസ്തു, വാഹനം, മാതാവിൻ്റെ സ്ഥിതിയൊക്കെ മോശമാകും. 5ാം ഭാവം ഏതാണ്? ചിങ്ങൻ രാശി, സൂര്യൻ എവിടെ നിൽക്കുന്നു? പഴന്ന് നിൽക്കുന്നു, കാര്യവിജയം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു. 6ാം ഭാവം ഏതാണ്? 6ാം ഭാവം കന്നിരാശി. കന്നിരാശിയിൽ ആര് നിൽക്കുന്നു? കേതു നിൽക്കുന്നു. അമ്മാവന്മാർ മുഖേനയുള്ള ദോഷം. ജാതകൻ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ച നേടുവാൻ ശ്രമിക്കും. 7ാം ഭാവം ദാമ്പത്യഭാവം, ശുക്രൻ എവിടെ നിൽക്കുന്നു? 12ൽ നിൽക്കുന്നു. അപ്പോൾ 12ൽ ശുക്രൻ നിൽക്കുമ്പോൾ അവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. ദാമ്പത്യത്തിൽ അല്പസ്വല്പം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. 8ാം ഭാവം. 8ാം ഭാവത്തിൽ ആര് നിൽക്കുന്നു? ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. ബലമുള്ള ചന്ദ്രനാണോ? അല്ല, ബലമില്ലാത്ത ചന്ദ്രനാണ്. അപ്പോൾ ദോഷങ്ങൾ ഉണ്ടാകും. എങ്ങനെ ദോഷം? മാതാവിന് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ജാതകന് അനുഭവപ്പെടും. ഇനി 9ാം ഭാവം. 9ാം ഭാവത്തിൽ ആര് നിൽക്കുന്നു? 9ാം ഭാവത്തിൽ ആര് നിൽക്കുന്നില്ല? 9ാം ഭാവത്തിൻ്റെ അധിപൻ എവിടെ നിൽക്കുന്നു? 2ാം ഭാവത്തിൽ, കുടുംബഭാവം, ധനഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ധനപരമായിട്ടും കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ മെച്ചമാകും. 10ാം ഭാവം ഏത് രാശിയാണ്? മകരൻ രാശി. മകരൻ രാശിയുടെ അധിപൻ ആരാണ്? ശനി. ശനി എവിടെ നിൽക്കുന്നു? 12ൽ നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ജാതകർക്ക് വന്നു ചേരും. 11ാം ഭാവത്തിൽ ആരൊക്കെ നിൽക്കുന്നു? 3 പാവഗ്രഹങ്ങൾ നിൽക്കുന്നു. 3 പാവഗ്രഹങ്ങൾ 11ാം ഭാവത്തിൽ നിന്നാൽ നല്ലതാണ്, ജാതകർക്ക് നേട്ടത്തെ കൊടുക്കും. 12ൽ ആര് നിൽക്കുന്നു? ശുക്രൻ നിൽക്കുന്നു. ശുക്രൻ ആരാണ്? ഇവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനാണ്. ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്? നഷ്ടഭാവത്തിൽ, വ്യയഭാവത്തിൽ. അപ്പോൾ ജാതകൻ്റെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലും ശുക്രൻ തരുന്ന മറ്റ് ഭൗതികമായ നേട്ടങ്ങളിലുമെല്ലാം ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. ഇങ്ങനെയാണ് നക്ഷത്രഫലം പറയുന്നത്. പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ നക്ഷത്രഫലം പറയുന്നത്. ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. അത് പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയാണ് നക്ഷത്രഫലം പറയുന്നത്. 12 ഭാവം കൊണ്ടാണ് നക്ഷത്രഫലം പറയേണ്ടത്. അതേത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, ആ ഗ്രഹത്തിൻ്റെ ബലം എങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നക്ഷത്രഫലം പറയുന്നത്. ഇപ്പോൾ മേടക്കൂറുകാരുടെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ അതുപോലെയാണ് എല്ലാവരുടെയും കാര്യം പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇടവക്കൂറുകാരുടെ കാര്യം പറയാം.
ഇടവക്കുൾപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അനുകൂലമായ അനുഭവം വന്നിരുന്നൊരു ദിവസമാണ്. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും അവർക്ക് കൂടുതലായിട്ടൊന്നും ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമല്ല. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചതാഴ്ചകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ്. സ്ത്രീകൾ മുഖേന സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഈ നാളുകാർ സ്ത്രീകൾ മുഖേന നേട്ടം വന്നു ചേർന്ന് ജനങ്ങളാൽ അറിയപ്പെടുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്നൊരു ദിവസമല്ല. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ ഒരു പരിധിവരെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം കൊണ്ടുള്ള നേട്ടങ്ങളും ഒരു പരിധിവരെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കാര്യവിജയം ഈ നാളുകാരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. സ്ത്രീകൾ മുഖേന തൊഴിലിടങ്ങളിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടായാൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ കുടുംബം, ധനം എന്നിവയുടെ സ്ഥിതി അത്ര മെച്ചമാണില്ലെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ രോഗം, ശത്രുത, കടബാധകളാലും ചെറിയ രീതിയിലൊക്കെ ഭാരവും പ്രയാസവും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. എങ്കിലും ഏറെക്കുറെ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യക്കേടുകളിലും ഒരു പരിധിവരെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി പലരിലും അനുഭവപ്പെടുന്നു. അവിടെ സ്ത്രീകളുടെ സാന്നിധ്യവും സഹായവും ഒക്കെ ഉണ്ടായാൽ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഒന്ന് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാഹചര്യം അനുകൂലമായി നിൽക്കുന്നു. ലാഭകരമായ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ വന്നു ചേരാത്തൊരു സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് ധനം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ ചെലവഴിക്കും. പക്ഷേ ആ നല്ല കാര്യങ്ങൾ കൊണ്ട് ഒരു ഫലം ഉണ്ടാകത്തില്ല. ധനം ചിലവായി പോകും എന്നല്ലാതെ ഒരു ഫലം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒന്നും അത്ര മെച്ചമാകണമെന്നില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായവും സഹകരണവും വാഗ്ദാനമായി നിലനിൽക്കുമെന്നല്ലാതെ വലിയ മെച്ചമായിട്ടുള്ള അനുഭവം ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഭാഗ്യം തുണച്ചാൽ അതൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. മക്കളെ കൊണ്ടുള്ള കാര്യമായ നേട്ടമൊന്നും ഈ ജാതകരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് രോഗം, ശത്രുത, കടബാധകളാലുള്ള വലിയ പ്രതിസന്ധിയും ഭീഷണിയും ഒന്നും അനുഭവിക്കാതെ ഒരു സാധാരണ രീതിയിൽ അങ്ങ് കടന്നു പോകുന്നു. എങ്കിലും പ്രശ്നങ്ങൾ മുമ്പിലുണ്ട്. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്നു. ഈ ജാതകരുടെ ജീവിതത്തിൽ സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ സ്ത്രീകൾ മുഖേന ഇവർക്ക് ജീവിതത്തിൽ അറിയപ്പെടുന്നവരായിട്ട് മാറുവാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ അങ്ങനെ സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യം തുണച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇവർ അറിയപ്പെടുന്നവരായി മാറുന്ന ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് കാര്യമായിട്ടൊന്നും ഉള്ള സമയമല്ല. തൊഴിൽ രംഗത്ത് ഇവർക്ക് ശത്രുതയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് സ്ത്രീകൾ മുഖേനയാണ് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാം ദൈവാധീനം കൊണ്ട്. ദൈവാധീനമുള്ളവർക്കൊക്കെ ലാഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാമെന്നുള്ളതല്ലാതെ മറ്റു വിധത്തിലൊന്നും ലാഭകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയമല്ല. നഷ്ടസാധ്യതകളൊക്കെയാണ് അവിടെ, ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെയാണ് കൂടുതൽ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ മുഖേനയുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാത്തൊരു ദിവസമാണ്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളും കാര്യമായി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. മക്കൾ മുഖേനയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധകളാലൊക്കെ ഭാരപ്പെടുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേനയുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് പോലെ തന്നെ തൊഴിൽ മേഖലകളിലും സമ്മിശ്രമായ അനുഭവങ്ങൾ ചിലരിൽ ഉണ്ടാകാം. ചിലർക്ക് തൊഴിൽ മേഖല രാജയോഗം ചെയ്തു കൊടുക്കുന്നു. ചിലർക്ക് തൊഴിൽ മേഖലയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി കൊടുക്കുന്നു. ചിലരുടെ മക്കൾക്കാണെങ്കിലും പ്രതിസന്ധി ഉണ്ട്. അവരുടെ മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തോ അനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയും നിലവിലുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ ഭൂമി മുഖേന വന്നു ചേരുന്നൊരു ദിവസം കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും
അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. നഷ്ടസാധ്യതകൾ ഒരു പരിധിവരെ അവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി, ധനപരമായ സ്ഥിതിയൊക്കെ ഏറെക്കുറെ തരക്കേടില്ലാതെ പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള വാഗ്ദാനങ്ങൾ ഇവരുടെ മുമ്പിലുണ്ട്, പ്രാവർത്തികമാകണമെന്നില്ല. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് വലിയ ഒരു നേട്ടമായിട്ട് വന്നു ചേരാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീട്, വസ്തു, ഭവനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതാണ്, തടസ്സപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള മെച്ചമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. രോഗം, ശത്രുത, കടബാധകളൊക്കെ ഭാരപ്പെടുന്ന സാഹചര്യം ചിലർക്കുണ്ട്. ചിലർ രോഗം, ശത്രുത, കടബാധകളൊന്നുമില്ലാതെ ജീവിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലാണ് ഇവർക്ക് പ്രശ്നങ്ങൾ കൂടുതൽ. ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ പ്രതിസന്ധിയുണ്ട്. എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാവുന്ന ജീവിതവുമായിട്ടാണ് പലരും ജീവിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. 7-ലെ ശുക്രനും രാഹുവും ഇവർക്ക് ദോഷത്തെ ചെയ്യുന്നു. ശുക്രൻ ഭാര്യയും ഭർത്താവും നല്ല ആരോഗ്യത്തോടുകൂടി വസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നീട് അവരെ തമ്മിൽ തല്ലിക്കുന്നു. ഇതാണ് ശുക്രൻ ചെയ്യുന്നത്. അപ്പോൾ ധനപരമായ നേട്ടവും മറ്റ് ഭൗതികമായ നേട്ടമൊക്കെ ജാതകർക്ക് കൊടുത്താലും അവരെ തമ്മിൽ ഭിന്നിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ സുന്ദരിയായ ഭാര്യയെ കിട്ടും, സുന്ദരനായ ഭർത്താവിനെ കിട്ടും എന്നൊക്കെ ജ്യോതിഷം അതിനെക്കുറിച്ച് അങ്ങനെയാണ് വിവരിക്കുന്നത്. പക്ഷെങ്കിൽ അവർ തമ്മിൽ കലഹിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കലഹ സാധ്യത അവരുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് കന്നിക്കൂറുകാർക്കുള്ളത്. അതുപോലെ തന്നെ അഷ്ടമത്തിൻ്റെ അധിപനായ ചൊവ്വയാണ് തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. സഹോദരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് അവർ മോഹന വാഗ്ദാനം നൽകും. അവരെ കൊണ്ടൊന്നൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമല്ല. കാരണം അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് ഈ ചൊവ്വ 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഒരു പരിധിവരെ ഇപ്പോൾ അവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ഈ ഗ്രഹങ്ങൾ രണ്ടും പരിവർത്തനം ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് വ്യാഴവും ശുക്രനും പരിവർത്തനം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങളൊന്നും കാര്യമായിട്ട് തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. നഷ്ടസാധ്യതകളൊക്കെ ഇവർക്ക് ജീവിതത്തിലുണ്ട്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് തൊഴിൽപരമായിട്ടുള്ള ധനവരവ് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നുമില്ല. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും വിജയം കൈവരിക്കണമെന്നുള്ള സാഹചര്യവും നിലവിലില്ല. എന്നാൽ ധനപരമായിട്ടുള്ള അനാവശ്യമായ ചിലവുകൾ ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ദാമ്പത്യ ജീവിതം കൊണ്ട് ഇവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി ഇപ്പോൾ അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്നുള്ളത് കൊണ്ട് തൊഴിൽ മേഖലയിൽ നിന്നുള്ള ധനവരവ് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായ അനുഭവങ്ങൾ കാര്യമായിട്ടൊന്നും വന്നു ചേരുന്നില്ല എങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ്. പല ജാതകരും ഞാൻ എന്നും പറയുന്നത് പോലെ ശനിയുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന് ജീവിക്കുന്നവരുണ്ട്. ആ മോചനം ലഭിക്കുവാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. മാർച്ച് 29 കഴിയുമ്പോഴാണ് അതിനകത്തൊരു മാറ്റം ഉണ്ടാകുന്നത്. ചിലരുടെ ജീവിതത്തിൽ ശനിയുടെ ദോഷം വളരെ കുറഞ്ഞു വരികയാണ്. അവരൊക്കെ പടിപടിയായിട്ട് ഉയർച്ചയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് തുലാക്കൂറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തുലാക്കൂറുകാർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ രാഹു അത് തടസ്സപ്പെടുത്തി കളയുന്നുമുണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലാനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ദിവസമാണ്. ചന്ദ്രൻ നീചഭംഗ രാജയോഗം ചെയ്താണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ അതിൻ്റേതായ നേട്ടങ്ങളൊന്നും ജാതകർക്ക് കാര്യമായിട്ട് വന്നു ചേരത്തില്ല. എനിക്ക് വേണമെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് രാജയോഗം എന്ന് പറഞ്ഞ് കൊടുക്കാമായിരുന്നു. പക്ഷെങ്കിൽ ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. കറുത്തപക്ഷ ചന്ദ്രനാണ്, ബലമില്ല. അപ്പോൾ ചന്ദ്രന് ബലമുണ്ടെങ്കിലൊക്കെ ഈ രാജയോഗങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വന്നു ചേരുകയുള്ളൂ. ഗജകേസരി രാജയോഗവും നീചഭംഗ രാജയോഗവും ഒക്കെ ചന്ദ്രന് ബലമുണ്ടെങ്കിലേ ഒരു ജാതകൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വന്നു ചേരുകയുള്ളൂ. ഇവിടെ ചന്ദ്രന് ബലമില്ല. ചന്ദ്രൻ നിൽക്കുന്ന 7-ൽ വ്യാഴം നിൽക്കുന്നു. കേസരി യോഗം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെങ്കിൽ ആ ഫലം ജാതകർക്ക് വന്നു ചേരണമെന്നില്ല. കാരണം ബലം ചന്ദ്രൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫലം വന്നു ചേരുകയുള്ളൂ. ഇപ്പോൾ ഒരു ജാതകന് ജോലി കിട്ടി, നല്ല ഉയർന്ന ശമ്പളമുള്ള ജോലിയാണ്. ആ ജോലിക്ക് അപ്പോയിൻമെൻറ്റ് കാർഡ് കിട്ടിയ സമയത്ത് ജാതകൻ
ബലമില്ലാതെ ആരോഗ്യമില്ലാതെ കട്ടിലിൽ കിടക്കുകയാണെങ്കിൽ ആ ജോലിയുടെ അപ്പോയിൻമെൻറ്റ് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. ജാതകൻ എഴുന്നേറ്റ് പോകാൻ മല കിടക്കുക, പിന്നെ അങ്ങനെ ജോലി കിട്ടിയിട്ട് കാര്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. ചന്ദ്രൻ ബലമുണ്ടായിരുന്നെങ്കിൽ ചക്രവർത്തി രാജയോഗവും കേസരി രാജയോഗവും ഒക്കെ വന്ന് ചേർന്നേനെ. എന്നാൽ വലിയ ദോഷമില്ലാതെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ വൃശ്ചികക്കൂറുകാരുടെ നേട്ടം. അതുപോലെ തന്നെ ഈ ജാതകർക്ക് അവരുടെ ജന്മഭാവത്തിന് അധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടാകും. ഇവർക്ക് ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങൾ ഇവർ തന്നെ ഇവർക്ക് ദോഷം വരുത്തി വെക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണുള്ളത്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് കാര്യമായിട്ട് വന്നു ചേരാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ ജാതകർക്ക് സ്ത്രീകൾ മുഖേനയുള്ള ഒരു കാര്യവിജയം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. രാഹു തടസ്സപ്പെടുത്തി കളഞ്ഞില്ല എങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം അവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. രോഗം, ശത്രുത, കടബാധകളാലൊക്കെ ഇവർ പ്രയാസപ്പെടുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷവശങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ദാമ്പത്യ ജീവിതവും കൂടെ തകർന്നു പോയാൽ മനുഷ്യൻ്റെ സ്ഥിതി എന്താകും? ഈ പ്രകൃതീശ്വരൻ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭദ്രത ഇവർക്ക് കൊടുത്തുകൊണ്ടാണ്, കുടുംബത്തിൻ്റെയും ധനപരമായിട്ടുള്ള സ്ഥിതിയും ഭദ്രത കൊടുത്തുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ഈ ജാതകരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ നല്ല രീതിയിൽ പോകുന്നൊരു ദിവസമാണ്. ധനപരമായിട്ടും വലിയ തകർച്ചയൊന്നുമില്ലാതെ കടന്നു പോകുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം പ്രതീക്ഷിക്കാം. രാഹു തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് ഏറെക്കുറെ ഒരു ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാമെന്നുള്ളതല്ലാതെ വലിയ രീതിയിലുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അത്ര അനുകൂലമല്ല. ഇപ്പോൾ തൃപ്തികരമായ ഒരു സാഹചര്യമല്ല നൽകുന്നതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങളൊന്നും വലിയ രീതിയിലൊന്നും വന്നു ചേരുന്നില്ല. ലാഭഭാവത്തിൻ്റെ അധിപൻ മൗഢ്യനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ലാഭമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ കാര്യവിജയത്തിനൊപ്പം പരാജയവും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് വളരെയേറെ പരിശ്രമിക്കുന്ന, ജീവിത വിജയത്തിന് വേണ്ടി വളരെയേറെ പരിശ്രമിക്കുന്ന ഒരു ദിവസമാണ്. മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ അനുഭവത്തിൽ വന്നു വരാൻ വേണ്ടി വളരെയധികം പരിശ്രമിക്കും. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകുവാൻ വളരെയേറെ പരിശ്രമിക്കും. പരിശ്രമത്തിന് ഒത്തു തന്നെ വിജയം കൈവരിക്കണമെന്നില്ല. കാരണം 4-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. രാഹു ഇതൊക്കെ ഇല്ലാതാക്കി കളയുവാൻ ശ്രമിക്കുന്ന ഒരു ഗ്രഹമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എല്ലാം നഷ്ടപ്പെടുത്തി കളയുവാൻ ശ്രമിക്കുന്നൊരു ഗ്രഹമാണ്. അപ്പോൾ അവിടെ ഈ സാഹചര്യത്തിലാണ് ഈ ജാതകർ വളരെയേറെ പ്രയത്നിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒരു കഠിന പ്രയത്നത്തിലേക്ക് ഏർപ്പെടുന്നത്. അപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇത് വന്നു ചേരാം, ചിലർക്കിതൊന്നും വന്നു ചേരാതെ അവർ വളരെ ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും വെള്ളിയാഴ്ച ദിവസം ധനുക്കൂറുകാർ കടന്നു പോവുക. പ്രത്യേകിച്ച് ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയാണ് വളരെ മോശമായി നിൽക്കുന്നത്. അപ്പോൾ ആ പ്രതിസന്ധി ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ട്. തൊഴിൽ ഇല്ലാതെ, അതായത് ഒരു ജോലിക്ക് അന്വേഷിച്ചിട്ടും കണ്ടെത്താതെ വളരെ നിരാശയിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ കൂടി തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഈ ജാതകരെ സംബന്ധിച്ചുള്ള സുഖസ്വസ്ഥ ദേഹധന്മ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. പിന്നെ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായ അനുഭവങ്ങൾ കൂടുതലായിട്ടൊന്നും വന്നില്ലെങ്കിൽ പോലും നഷ്ടസാധ്യതകൾ ചെറിയ രീതിയിലുണ്ട്. അതും ഒരു വിഷയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുമൊക്കെ രൂക്ഷമായിട്ട് ഇവരെ ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. 7-ൽ ചൊവ്വ നിൽക്കുന്നു. 7-ലെ ചൊവ്വ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ധനുക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്നു. കാര്യവിജയം പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ഭാഗ്യകരമായ അനുഭവങ്ങൾ കാര്യമായി തുണയ്ക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിലും ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയ ദോഷമൊന്നുമില്ലാത്തൊരു സമയമാണിപ്പോൾ.
എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ പലരും ഇങ്ങനെ കമൻറ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പറയുന്ന ഒന്നും മകരക്കുറുകാരുടെ ജീവിതത്തിൽ ബാധകമല്ലെന്നൊക്കെ കമൻറ്റ് കാണുന്നുണ്ട്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, നിങ്ങളുടെ ദശാകാലം വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഈ മകരക്കുറുകാർ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ദാമ്പത്യ ജീവിതത്തിലും കടബാധ്യതകളുമാണ്. ഈ 2 പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തെ തകർക്കുന്ന കാര്യമാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. പിഴച്ചു പോയാൽ പോയി. നമ്മളൊരു സർവേ നടത്തിയാൽ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരുടെ ജീവിതത്തിൽ ഒരു സർവേ നടത്തിയാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളാണ് ദാമ്പത്യ പ്രശ്നങ്ങളും കടബാധ്യതകളും. അത് മുഖേന ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതം തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അനുകൂലമായ സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം എല്ലാവർക്കും ഉണ്ട്. ജീവിച്ചു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നു. ഇങ്ങനെയുള്ള സമയവും സാഹചര്യമൊക്കെ ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുക. ഇനി ഇതൊക്കെ നല്ല സമയം ജീവിതത്തിൽ അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഗ്രഹനിലയൊക്കെ നോക്കി ദോഷവശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിച്ച് മുമ്പോട്ട് പോവുക. പ്രത്യേകിച്ച് തിരുവോണം നാളുകാരൊന്നും ആരും പറഞ്ഞാലൊന്നും കേൾക്കുന്ന നാളുകാരല്ല. ഒരാൾ അവർക്ക് ഉപദേശമൊന്നും കൊടുത്താൽ അംഗീകരിക്കത്തില്ല. അവിട്ടം നാളുകാരും അംഗീകരിക്കാൻ പാടാണ്. അവിട്ടം നാളുകാരൊക്കെ സംസാരിച്ച് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്ന ആൾക്കാരാണ്. ഉത്രാടം, മുക്കാലാകട്ടെ ശാന്ത സ്വഭാവക്കാരാണെങ്കിലും കടബാധ്യതയും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അവരെ അലട്ടുന്ന ഒരു സാഹചര്യമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സമയം അനുകൂലമാണ്. ദോഷമായ അനുഭവങ്ങളാണ് വരുന്നതെങ്കിൽ ഗ്രഹനില നോക്കി പ്രശ്നപരിഹാരങ്ങളൊക്കെ ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കുക. ഇനി കുംഭക്കൂറുകാരുടെ കാര്യം പറയാം. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാർക്ക് അവരുടെ ജന്മഭാവത്തിൽ 3 ഗ്രഹങ്ങൾ നിൽക്കുന്നു. 3 പാപഗ്രഹങ്ങളാണ്. നല്ല അനുഭവങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യത തീരെ കുറവാണ്. സ്ത്രീകൾ മുഖേനയുള്ള ഒരു സമാധാനം അല്ലെങ്കിൽ ധനവരവും ഒക്കെ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ചിലരുടെ ജീവിതത്തിൽ അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്ന സാഹചര്യമാണ്. രാഹുവാണ് ബലമായിട്ട് നിൽക്കുന്നതെങ്കിൽ ഇതൊക്കെ ഇല്ലാതാകും. രാഹുവിന് ബലം കുറവാണ് അവരുടെ ജാതകത്തിലെങ്കിൽ ഈ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള കാര്യങ്ങൾ അവർക്ക് അത്ര അനുകൂലമായ സാഹചര്യമല്ല നൽകുന്നത്. എന്നാൽ വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടം അനുകൂലമായി നിൽക്കുന്നു. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. രോഗം, ശത്രുത, കടബാധ്യതകളാൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ ജാതകരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം കൂടിയാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത് വലിയ ദോഷത്തെ ഒന്നും ചെയ്യുകയില്ല എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള അസ്വസ്ഥകളും പ്രയാസങ്ങളൊക്കെ തന്മൂലം അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും അത്ര അനുകൂലമായ സാഹചര്യമല്ല. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ചോളം ദാമ്പത്യ ജീവിതത്തിലാണ് അല്പം ഒരു പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നുമില്ല. ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിൽ വന്നു ചേരുന്ന ഒരു അനുകൂലമായ ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ജന്മഭാവത്തിൻ്റെ അധിപനും അഷ്ടമത്തിൻ്റെ അധിപനുമായ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ 3-ാം ഭാവത്തിൻ്റെ അധിപനുമായിട്ട് ക്ഷേത്രം മാറി നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും കാര്യമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയില്ല. എങ്കിലും ഒരു സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു. കുടുംബസുഖ, ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും നേട്ടമായിട്ട് വരണമെന്നില്ല. അതുപോലെ തന്നെ കാര്യവിജയം ഇവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഏറെക്കുറെ ഒരു പ്രതീക്ഷ നൽകുന്ന വിജയം ഇവർക്ക് വന്നു ചേരുന്നു. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും അത്ര മെച്ചമായ അനുഭവത്തെ കൊടുക്കുന്നില്ല. എന്നാൽ വലിയ ദോഷത്തെയൊന്നും ചെയ്യുന്നില്ല. എങ്കിലും നഷ്ടസാധ്യതകളാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അത്ര അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കുറവാണ്. ദശാകാലത്തിന് നേട്ടമുള്ളവർക്കൊക്കെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ പൊതുവെ മോശമായ സാഹചര്യമാണ്. 3 ഗ്രഹങ്ങളാണ്, 3 പാപഗ്രഹങ്ങളാണ് ഈ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ വളരെ ദോഷം വന്നു ചേരുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. നഷ്ടസാധ്യതകളാണ് കൂടുതലും വന്നു ചേരുവാൻ. രോഗം, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരും മഹാദേവൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിഞ്ഞു പോകാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.